ആ നബിതങ്ങൾ ലോകത്തേക്ക് ജനിക്കുമ്പോ ആഗോളതലത്തിലുണ്ടായ പ്രകമ്പനങ്ങൾ എന്തൊക്കെയാണ്? വിശാലമായ അധ്യായങ്ങൾ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോ ലോകത്തെ മുഴുവനും ഉണ്ടായ പ്രകമ്പനങ്ങൾ എന്താണ്? ഇമാമുൽ ഖറായിത്തി നിവേദനം ചെയ്യുന്നു, സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, വറഖത്ത് ഇബ്നു നൗഫൽ എന്നീ രണ്ടുപേർ അവിടുന്ന് നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് ചെന്നു, നേഗസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക്. അപ്പോഴാണ് ഉടനെ നേഗസ് ചക്രവർത്തിയുടെ അന്വേഷണം, ഒരു കുട്ടി പിറന്നിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ വിശദമായി ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടെ അബ്ദുള്ള എന്ന് പറഞ്ഞൊരാൾ മരണപ്പെട്ടു പോയതുണ്ടോ? ഉണ്ടല്ലോ. അത് അബ്ദുൽ മുത്തലിബിന്റെ മകനല്ലയോ? ആണല്ലോ. ആമിന എന്ന ബനൂ സഹറയിലെ പെണ്ണിനെ കെട്ടിയ ആളല്ലയോ? അതേ, ആണല്ലോ. എന്നാൽ അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കാണുമല്ലോ. അപ്പൊ വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നു, സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ പറയുന്നു, മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇന്ന് ബിംബത്തിന്റെ അടുക്കലൂടെ നടക്കുമ്പോ ബിംബങ്ങൾ പറയുന്നത് കേട്ടു, ഒലിദൻ നബിയു ഫദല്ലത്തിൽ അംലാകൂ വന അല്ലലാലു അദ്ബറൽ ഇശ്റാകൂ. ഒലിദൻ നബിയു, നബിതങ്ങൾ പിറന്നു, വദല്ലൽ അംലാകൂ, രാജാക്കന്മാര് മുഴുവനും നിന്ദ്യമാക്കപ്പെട്ടു, അവരുടെ പദവി താഴ്ത്തപ്പെട്ടു. പിന്നെയോ വന അല്ലലാലു, മാർഗഭ്രംശം വഴിയിൽ നിന്ന് മാറിപ്പോയി, വഅദ്ബറൽ ഇശ്റാകൂ, ബഹുദൈവത്വം പിന്നോട്ടോടിപ്പോയി. ഇതെല്ലാം അവിടുന്ന് ബിംബങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വേദപണ്ഡിതൻ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വെച്ച ആളാണ്, വേദപണ്ഡിതനാണ്. സൗദി അറേബ്യയിൽ നിന്ന് വറഖത്ത് ഇബ്നു നൗഫൽ തങ്ങളെ കുറിച്ച് മാത്രം ഒരു കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ അവിടുത്തെയുടെ വിശേഷങ്ങളും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിക്കുന്ന സമയത്ത് ചാരത്തൂടെ നടന്നുപോയി എന്ന നിവേദനവും ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ മുന്നറിയിപ്പ് ഹിറാ ഗുഹയിൽ നിന്ന് ലഭിച്ചപ്പോ അന്ന് നിർദ്ധാരണം നടത്താൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ പോയ വേദപണ്ഡിതനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. മഹാനവർകളും പറയുന്നു, നഅല്ലലാലു അബ്ദുബറൽ ഇശ്റാകൂ. മാത്രമല്ല, സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലോ ഭയങ്കര ബഹളമാണ്. വലിയ കൈസർ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളില് ഗോവണിപ്പടികൾ ഇളകി വീഴുന്നു. എന്നിട്ട് അവരെല്ലാവരും ആശ്ചര്യജനകരായി മാറുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ തങ്ങൾ തിരിച്ചു വരികയാണ്. മക്കയുടെ ചാരത്തൊരമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. ബിംബങ്ങളെ കൊണ്ടുള്ള ഉത്സവമാണ്. അവിടുത്തെ ജ്യോത്സ്യന്മാരും അവിടുത്തെ പണ്ഡിതന്മാരും പാതിരിമാരുമെല്ലാം അവിടുത്തെ അപ്പോസ്തലന്മാരെല്ലാം ബിംബങ്ങളെ ക്രമീകരിക്കുന്നു. പക്ഷേ ബിംബങ്ങളൊന്നും നേരെ നിൽക്കുന്നില്ല. മറിഞ്ഞു മറിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോ ആരാധ്യർക്ക് അത്ഭുതം വന്നു. അവര് ചെന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയല്ല, എന്താ ബിംബങ്ങളെ നീയൊക്കെ മറിഞ്ഞു വീഴുന്നത്? വല്ല സംഭവങ്ങളും ഉണ്ടായോ? ഞങ്ങൾ തെറ്റ് ചെയ്തതിൽ കോപം വെച്ചിട്ടാണോ? എന്നാ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ ഫഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്നവര് ചെന്നിട്ട് പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വിശുദ്ധ ജന്മത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിടുന്ന് ബിംബങ്ങളെല്ലാം മറിഞ്ഞു വീഴുന്നതെന്ന് പറയുമ്പോഴേക്ക് ബിംബങ്ങൾ അവിടുന്ന് തിരിച്ചു പറയുന്നു, അതേ, വാഗ്ദത്ത പ്രവാചകൻ ജനിച്ചിരിക്കുന്നു. എല്ലാ കല്ലുകൾക്കും അറിയാം നബിതങ്ങളെ, എല്ലാ മരങ്ങൾക്കും അറിയാം നബിതങ്ങളെ. യശംസോ ഖമർ യശാമോ സഹർ യ ബർഗോ ശജർ യ ബാഗോ സമർ യ തേഗോ സഫർ യ താജോ കമർ യ ഹുക്മേ റവാ തുമാരേ ലിയേ. എത്ര ചരിത്രത്തിന്റെ ഗർഭങ്ങളെയാണ് ഈ ഒരു വരി ഉൾക്കൊണ്ടിരിക്കുന്നതെന്നറിയുമോ?
യശംസോ ഖമർ, സൂര്യനും ചന്ദ്രനും റസൂലുള്ളാഹി തങ്ങളെ അറിയാം. യശാമോ സഹർ, പ്രദോഷത്തിനും കൊച്ചു വെളുപ്പാൻ കാലത്തിനും അറിയാം. യബർഗോ ഷജർ, കുഞ്ഞു തൈകൾക്കും വലിയ മരങ്ങൾക്കും അറിയാം. യബാഗോ സമർ, പൂന്തോട്ടങ്ങൾക്കും അവിടുന്ന് ഫലങ്ങൾക്കും അറിയാം. യതേഗോ സഫർ, എല്ലാ മരുപ്പറമ്പുകൾക്കും മരുപ്പച്ചകൾക്കും അറിയാം. യതാജോ കമർ, എല്ലാ കിരീടങ്ങൾക്കും എല്ലാ അരപ്പട്ടകൾക്കും അറിയാം. ഏ ഹുക്കുമേ റവാ തുമാരേ ലിയേ, ഈ നിർണയങ്ങളുടെ കൽപ്പനകൾ മുഴുവനും അവിടത്തേക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹു അവിടുത്തെയോടുള്ള മഹബ്ബത്ത് ഖൽബിൽ നിറച്ചു തരട്ടെ. ഒരുപാട് തവണ അവിടുത്തെ വിശുദ്ധ സാന്നിധ്യത്തിലെത്താനും സ്വപ്നത്തിൽ ദർശിക്കാനും ആ ദർശനത്തിലൂടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. അപ്പാ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലേ? ഇവിടെ പറയേണ്ട വിഷയമാണ്. പക്ഷേ നമ്മളുടെ വിഷയ പരമ്പര എവിടെയും എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്നവൻ ഈ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി അൽ മാലിക്കി അൽ മക്കി അവർ പറഞ്ഞു, ഇത് രാത്രിയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് രാത്രിയാണെന്ന് പറയാൻ തെളിവ് ചോദിക്കുന്നവനോട് എന്തു പറയാനാണ്? പകല് നമുക്കറിയാം. പകലാണെന്ന് സ്ഥിരപ്പെടുത്തൽ കൊടുക്കേണ്ടി വന്നാൽ എന്തൊരു ഗതികേടാണ്. അതുപോലെ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കുന്നവന്റെ ചോദ്യം എത്ര ഗതികേടിന്റെ ഉദാഹരണമാണ്. മഹാനവറുകൾ പറയുകയാണ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമോ വേണ്ടയോ? ഈമാനുള്ളവർക്ക് മഹ്ബൂബിന്റെ ജന്മദിനമാണ്, ആഘോഷിക്കണമോ വേണ്ടയോ എന്ന് മനസ്സു തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈദ് മീലാദുൻ നബി സേ ദോ ജഹാൻ ചമകാ രഹാ, അവിടുത്തെയുടെ ജന്മമാണ് ഈ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത്. ആ സന്തോഷം നീ പങ്കുവെക്കണമോ വേണ്ടയോ? ഇവിടെ ശൈഖ് മുത്തവല്ലി ഷഹറാവി എന്ന ആധുനിക പണ്ഡിതന്റെ വാക്ക് ഞാൻ എടുക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഫദക്കിറുഹും ബി അയ്യാമില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ നിങ്ങൾ അനുസ്മരിക്കണം. അയ്യു യൗമിൻ, ഏതു ദിവസമാണ്? അഅ്ളമു മിൻ യൗമി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ജനിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹം ലഭിച്ച ഏതു ദിവസമാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ആഘോഷിച്ചോളൂ, ഹലുവ കൊടുത്തോളൂ, മുദ്രാവാക്യം വിളിച്ചോളൂ, മജ്ലിസ് സംഘടിപ്പിച്ചോളൂ. ഹഫാവത്തുൽ മുസ്ലിമീൻ ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ മുത്തവല്ലി ഷഹറാവി എഴുതുന്നു. ആധുനിക പണ്ഡിതനായ മുഹമ്മദ് റിള എഴുതുന്നു. എന്താണെന്നല്ലയോ? മുഹമ്മദ് റിളയുടെ അഭിപ്രായം എന്താണ്? ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ ഇത് ആഘോഷിക്കുന്നുണ്ട്. ഈജിപ്തിൽ ഗവൺമെന്റ് ആഘോഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. അത് ഈമാനിന്റെ പ്രകാശനത്തിന്റെ ദിവസമാണ് എന്ന് മുഹമ്മദ് റിള മുഹമ്മദുർ റസൂലുള്ളാഹി 1-ാം വാള്യം 25-ാം പേജിൽ എഴുതുന്നു. അങ്ങനെ ഒന്നും തെളിവ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പന്തികേടാണെന്ന് ഈ കാലഘട്ടം വരെയുള്ള ഏതെങ്കിലും സ്വീകാര്യരായ ഒരു പണ്ഡിതനെങ്കിലും എവിടെയെങ്കിലും ഒരു വരി കൊണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാണിച്ചു തരാൻ കഴിയില്ല. ഒറ്റ പണ്ഡിതൻ, സ്വീകാര്യയോഗ്യരായ ഏതെങ്കിലും ഒരു പണ്ഡിതനെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി മുളഫർ രാജാവ് രാജകീയമായി മൗലിദ് നടത്തി. അതിനുശേഷം ഇതുവരെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഒരാള് ആഘോഷത്തെയോ അനുബന്ധാഘോഷങ്ങളെയോ എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. ഒറ്റ ഒരാള് ചില വാചകങ്ങൾ പറഞ്ഞു. ഫാക്കിഹാനി എന്നൊരു പണ്ഡിതനുണ്ട്.
അദ്ദേഹം ചില വിഷയങ്ങൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹവും മൗലിദിന്റെ വിരോധിയല്ല. അനുബന്ധമായി അനാചാരങ്ങൾ വരരുതെന്ന് സൂക്ഷിക്കുന്നയാള് മാത്രമാണ് എന്നിമാം ഹാഫിദ് സുയൂത്തി തങ്ങളുടെ വിശദീകരണത്തിൽ നിന്നും ഇമാം യൂസുഫ് സാലിഹയുടെ വിശദീകരണത്തിൽ നിന്നും അദ്ദേഹം തന്നെ മൗലിദ് കിതാബുണ്ടാക്കിയ ആളാണെന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് സ്വീകാര്യയോഗ്യരായ ഒരൊറ്റ പണ്ഡിതന്മാരും ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഒരസംബന്ധത്തിന് അനുകൂലം നിൽക്കുമോ? ഒരരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കുമോ? അതിനുവേണ്ടി മൗലിദ് കിതാബ് എഴുതുമോ? ഇബ്നു കസീർ മൗലിദ് കിതാബ് എഴുതി. നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുടെ ഉടമയാണ്. എല്ലാ വിഭാഗക്കാരാലും സമ്മതനാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. ഇമാം ഗസ്സാലി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. ഇമാം ബർസഞ്ചി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. ഇബ്രാഹിം ഉദ്ദൈബഗി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. സൈനുദ്ദീനുൽ മഅബരി തങ്ങൾ മൗലിദ് കിതാബ് എഴുതി. അങ്ങനെ ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാര് മൗലിദ് കിതാബ് എഴുതുന്നു. അവരെല്ലാം അതിനെ അനുകൂലിച്ചവരാണ്, നടത്തിയവരാണ്. അതുകൊണ്ട് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നമ്മളെല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. അതെന്നും ആഘോഷിക്കേണ്ടതാണ്. റബീഉൽ പ്രത്യേകിച്ചും വേണ്ടതാണ്. 12 വിശേഷിച്ചും വിശേഷമാണ്. അതുകൊണ്ട് ആഘോഷിച്ചോ. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വിഷയം മാത്രം വിമർശകന്മാരുടെ ക്ലിപ്പുകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് 2 വാള്യമുള്ള CD നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അതിൽ നബിദിനാഘോഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അവരുടെ വാദങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിവാദങ്ങളും പ്രമാണ ഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉദ്ധരിച്ചിട്ട് ആ വിഷയത്തിന്റെ CD പ്രത്യേകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വാങ്ങിയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉലമാ പറഞ്ഞ ഉദ്ധരണികളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഹബീബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. ലോകം മുഴുവനും ആഘോഷിക്കുന്നു. തനക്ക് തമഖ്ലൂബൻ വനുക്കീസ്ത സാഗിറാ. അവിടുന്നതാ ബിംബങ്ങളുടെയും സാമ്രാട്ടുക്കളുടെയും സാമ്രാജ്യങ്ങളും കിരീടങ്ങളും എല്ലാം വിറയ്ക്കുന്നു. സാർ ചക്രവർത്തിമാരും റോമാ ചക്രവർത്തിമാരും എല്ലാം അവിടുന്ന് ആശ്ചര്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ അങ്ങനെ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരികയാണ് അബ്ദുൽ മുത്തലിബ്. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്നു പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക്. നബിതങ്ങൾ ജനിച്ച ഒരു 7 ദിവസം ഞാൻ പെട്ടെന്ന് മറിച്ചേക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സമയം പോരാ. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ഒരു പ്രകാശം വന്നു. പാശ്ചാത്യ പൗരത്യ ദേശങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടു. എല്ലാം അതിൽ തിളങ്ങിക്കണ്ടു. കിസ്റയെ ഞാനതിൽ കണ്ടു, കൈസറിനെ ഞാനതിൽ കണ്ടു, സിറിയ ഞാനതിൽ കണ്ടു എന്നൊക്കെ ആമിന ബീവി പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് 7ാമത്തെ ദിവസമായപ്പോ അതാ വരുന്നു അബ്ദുൽ മുത്തലിബ്. എടുക്കുന്നു കുഞ്ഞിനെ എന്ന് കഅബാലയത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്ദാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. 1ാമത്തെ മങ്കൂസ് മൗലിദ് നടക്കുന്നു. അബ്ദുൽ മുത്തലിബാണ് ഓതുന്നത്. നബിതങ്ങളുടെ സാന്നിധ്യത്തിലാണ്. അവിടുന്ന് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി ഖദ് സാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ഫിൽ ബിൽ ബൈതി ദിൽ അർകാനി. എനിക്ക് ഈ കുഞ്ഞിനെ തന്ന അല്ലാഹ് നിനക്കാണ് അഖില സ്തോത്രങ്ങളും.
ഈ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളെക്കാളും ഔന്നത്യം നേടി. ഈ റുക്നുൽ യമാനിയും റുക്നുൽ ശാമിയും റുക്നുൽ ഇറാഖിയും ഹജറുൽ അസ്വദിന്റെ മൂലയും ഉൾക്കൊള്ളുന്ന കഅബയെ കൊണ്ട് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി കാവൽ തേടുന്നു. ഹത്താ യകൂന ബുൽഗതൽ ഫിതിയാനി ഹത്താ അറാഹു ബാലിഗത്തി ബിയാനി. കൗമാര യൗവനങ്ങൾ പ്രാപിക്കാനും അത് അഭിമാനത്തോടെയും തേജസ്സോടെ ആകാനും ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഉഈദുഹു മിൻ ശർരി റീശനആനി മിൻ ഹാസിദിൻ മുൽതരിബിൽ അയാനി റിഹിമ്മത്തിൻ ലൈസ ലഹു ഐനാനി ഹത്താ അറാഹു റാഫിഅൻ ലിശ്ശാനി അൻതല്ലദീ സുമ്മീത ഫിൽ ഖുർആനി അഹ്മദ മക്തൂബൻ അലൽ ലിസാനി ഔ അലൽ ജീനാനി. അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ ആരാമങ്ങളിൽ പേരാലേഖനം ചെയ്യപ്പെട്ട കുഞ്ഞ്. ഈ കുഞ്ഞിന് ലഭിച്ചതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിന്റെ പേര് മുൻകാല വേദങ്ങളിൽ വന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ വയസ്സറിഞ്ഞവർക്കുണ്ടോ ഖുർആനിൽ ഇത് വരുമെന്നറിയാതിരിക്കുക. അപ്പൊ ഖുർആനുൽ അലീമിൽ വന്നെന്നോ മുൻകാല വേദങ്ങളിൽ വന്നെന്നോ ഒക്കെ ആകാം. ഏതായാലും എല്ലായിടത്തും പേര് വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് അവിടത്തേക്ക് വേണ്ടി ആടിനെ അറുത്ത് വിതരണം ചെയ്ത് എന്നിട്ട് ഖുറൈശി പ്രമുഖരെ മുഴുവനും വിളിച്ചു. ഫലമ്മാ അകലൂ ഖാലൂ യാ അബ്ദൽ മുത്തലിബ് മാ സമ്മൈതഹു. എന്താണ് അബ്ദുൽ മുത്തലിബേ ഈ കുഞ്ഞിന് പേര് വെക്കുക? സുന്ദരനായ കുഞ്ഞ്, കോമളനായ മോൻ, പ്രഭാവിതനായ നവജാത ശിശു, എന്ത് പേര് വെക്കാനാ ഉദ്ദേശം? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറയാണ്, സമ്മൈതു മുഹമ്മദാ, മുഹമ്മദ് എന്ന് ഞാൻ പേര് വെക്കുന്നു. ഖാലൂ, മങ്കൂസ് മൗലിദ് ഓതും പോലെയുണ്ട് ഇമാമുകളുടെ കിതാബ് വായിക്കുമ്പോ, ലിമ റഗിബത ബിഹി അൻ അസ്മാഇ അഹ്ലി ബൈതിഹി. എന്തേ നിങ്ങളുടെ കുടുംബങ്ങളിൽ പാരമ്പര്യമായി വന്ന പേരുകൾ വിട്ട് മുഹമ്മദ് എന്നൊരു പേര് വെക്കാൻ? قال أردت أن يحمده في السماء وخلقه أن يحمده الله في السماء وخلقه في الأرض. അല്ലാഹു ആകാശത്തും സൃഷ്ടികൾ ഭൂമിയിലും എന്റെ മോനെ സ്തുതിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പേര് വെച്ചു, മുഹമ്മദ് എന്ന നാമകരണം ചെയ്തു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെക്കലും അവിടുത്തെയുടെ പേരിലുള്ള മൃഗമറുക്കലും കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ പ്രൗഢമായി നടക്കുന്നു. അറബ് ലോകം മുഴുവനും സമ്മതിക്കുന്നു. അപ്പോഴോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിച്ച എല്ലാവരും, കാഫിരീങ്ങളാകട്ടെ പിന്നീട് മുസ്ലിമായവരാകട്ടെ അങ്ങനെയൊന്നും ഭാഗ്യം കിട്ടാത്തവരാകട്ടെ, എല്ലാവരും അന്ന് വീട്ടിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരികയാണ്. ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ്യ നബി തങ്ങളുടെ പരിചാരികയാണ്. അതുപോലെ തന്നെയോ സുവൈബത്തുൽ അസ്ലമിയ നബി തങ്ങളുടെ പരിചാരികയാണ്. ആമിന ബീവിക്ക് പുറമേ ഇവര് 3 പേരാണെന്ന് അവിടെ ഉള്ളതെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും പിൽക്കാലത്ത് മഹത്വമുള്ളവരാണ്, ആദരവ് ലഭിച്ചവരാണ്. അറിയുമോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഉമ്മ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടുന്ന് വഫാത്തായി. അതുപോലെ തന്നെയോ ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ്യ വലിയ ഭാഗ്യം കിട്ടിയ പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാലൂട്ടിയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാര് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമയ്ക്ക് പാലൂട്ടിയിട്ടുണ്ട്.
അവിടുത്തെയുടെ മക്കളായ ഹസനൈനിക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 തലമുറയ്ക്ക്, ഏറ്റവും വിശുദ്ധരായ 3 തലമുറയ്ക്ക് പാല് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു അടുക്കളക്കാരിയാണ് ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ. മലയാളത്തിൽ ഉമ്മു ഐമനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. രണ്ടാമതൊരു പുസ്തകം ഇപ്പൊ രചന നടക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്താണ്, അതുകൊണ്ടറിഞ്ഞതാണ്. അറബ് ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉമ്മു ഐമനെ കുറിച്ചുണ്ട്. അൽ ബറക്കത്തുൽ ഹബശിയ. ഒരടുക്കളക്കാരിയാണ് ഈ വാഴ്ത്തപ്പെടുന്നത്. കാരണം എന്താണ്? ചില്ലറക്കാരുടെ അടുക്കളക്കാരിയല്ല, ലോകത്തിന്റെ നേതാവിന്റെ അടുക്കളക്കാരിയാണ്, അരമനയിലെ സഹായിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് അറബി ഭാഷ പഠിച്ചിട്ട് ഇസ്ലാമിക ചരിത്രം എഴുതാൻ ഭാഗ്യം കിട്ടിയ ഒരു പാശ്ചാത്യ പണ്ഡിതനുണ്ട്, ഡോക്ടർ സ്പ്രിംഗർ. അയാൾ അറബ് ഭാഷ പഠിച്ചു. എന്നിട്ട് മഹാന്മാരെ കുറിച്ചും സ്വഹാബികളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അൽ ഇസ്വാബ ഫീ തംമീസ് സ്വഹാബ എന്നതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ ഒരു ആമുഖം അദ്ദേഹം എഴുതി. അദ്ദേഹം എഴുതിയ വാചകങ്ങൾ, the glory of the literature of the Mohammedans is its literary biography. There is no nation, nor here has been any which like them has during 12 centuries recorded the life of every man of letters. If the biographical records of the Mohammedans were collected, we should probably have accounts of the lives of 500,000 of distinguished persons, and it would be found that there is not a decanion of their history, nor a place of importance which has not its representatives. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയോ ഒരു ദേശമോ ഒന്നും ചരിത്രം സ്പർശിക്കാതെ പോയിട്ടില്ല എന്നു മാത്രമല്ല, തിരുനബി തങ്ങളുടെ ചരിത്രം പഠിക്കുന്നവർ 500,000 ജനങ്ങളുടെ ചരിത്രം ആധികാരികമായി പഠിക്കൽ അനിവാര്യമായി വരുന്നു എന്ന് അൽ ഇസ്വാബ ഫീ തംമീദ് സ്വഹാബ എന്ന വിസ്തൃതമായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹാബികളെ കുറിച്ചുള്ള ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ആമുഖത്തിൽ എഴുതുന്നു. നിങ്ങൾ അറിയൂ, അങ്ങനെ ഒരു വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരികൾ ചരിത്രത്തിന് അന്യമല്ല, നിബിതങ്ങളുടെ അടുക്കളക്കാരികൾ ചരിത്രത്തിന് അന്യമല്ല. നിബിതങ്ങളെ തൊട്ടവരെല്ലാം ചരിത്രത്തിലാണ്. എത്യോപ്യക്കാരനായ അടിമയായ ബിലാൽ തങ്ങൾ, എത്യോപ്യക്കാരിയായ ഉമ്മു ഐമൻ ബറക്ക, ആ എത്യോപ്യയിൽ നിന്ന് വന്ന, എത്യോപ്യക്ക് എന്താ പ്രത്യേകത? കറുത്ത ചുരുണ്ട മുടിയുള്ള, വളരെ കാണാൻ സൗന്ദര്യമില്ലാത്തവരുടെ നാടാണ്. ആ നാട്ടുകാരായ ഉബൈദ് എന്നവർ ഉമ്മു ഐമന്റെ ഭർത്താവാണ്. അവരും ചരിത്രത്തിലുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമോൻ സെയ്ദ് ബിൻ ഹാരിസയാണ്. ആ ഉമ്മു ഐമന്റെയും സെയ്ദ് ബിൻ ഹാരിസയുടെയും മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസ എന്ന മഹാനായ സ്വഹാബി. അപ്പോ ഒരുപാട് നിയോഗം ലഭിച്ച മഹത്തുക്കളാണ് ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കളയിൽ കഴിഞ്ഞുകൂടിയവര് മുഴുവനും ആ മഹാത്മ്യങ്ങൾ ലഭിച്ചതാണ്. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിന്റെ എവിടെയും അന്യമായിട്ടില്ല. അപ്പൊ അന്ന് സന്തോഷിച്ചവരെല്ലാം പിൽക്കാലത്ത് മുസ്ലിമീങ്ങളായോ അവർക്ക് മുഴുവൻ ദറജയാണ്. പിൽക്കാലത്ത് കാഫിരീങ്ങളായോ അവർക്കും ദറജയാണ്. പരിശുദ്ധമായ ഖുർആൻ വാളെടുത്ത് യുദ്ധം ചെയ്ത ഒരാളുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എവിടൊക്കെ അദാബ് പറഞ്ഞാലും ഒരു റഹ്മത്ത് അല്ലാഹ് പറയും. അത് ഖുർആനിന്റെ ശൈലിയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഖുർആൻ എങ്ങാനും വിഷയാധിഷ്ഠിത ക്രമീകരണമായിരുന്നെങ്കിൽ എനിക്ക് ഖുർആൻ ഖത്മാക്കാൻ കഴിയില്ല. കാരണം ഒരു അധ്യായം സ്വർഗമാണ്, അടുത്ത അധ്യായം നരകമാണ്, നരകത്തെക്കുറിച്ചുള്ള അധ്യായം എനിക്ക് ഓതി തീർക്കാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല അതുകൊണ്ട് എന്ത് ചെയ്തു? ബഷീറൻ വനദീറ, ഒരു താക്കീത് തരും, ഒരു സ്വർഗം തരും. ഒരു സ്വർഗം പറയും, ഒരു നരകം പറയും, ഒരു അദാബ് പറയും, ഒരു ആനുകൂല്യം പറയും.
അതാണ് ഖുർആനിന്റെ ടോൺ. അതേ സമയത്ത് എവിടെയൊക്കെ അദാബ് പറഞ്ഞാൽ റഹ്മത്ത് പറയുന്ന ഖുർആൻ അബൂലഹബിനെ കൈകാര്യം ചെയ്തപ്പോ ഒരു റഹ്മത്തും അവിടെ പറഞ്ഞില്ല. മറ്റൊരു വിഷയവും അധ്യായത്തിൽ കൊണ്ടുവന്നില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. വേറൊരു വിഷയവും അവിടെ പറയാനില്ല. അത്ര കർക്കശമായി ഖുർആൻ കൈകാര്യം ചെയ്ത അബൂലഹബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധി, അയാളെ കാണിക്കപ്പെട്ടു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു സഹീഹിൽ. അയാൾ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട് അബൂലഹബ്, പരലോക ജീവിതം എങ്ങനെയുണ്ട്? എനിക്കൊരു നന്മയും ഇല്ല, പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. ബിഇതാഖതി സുവൈബാ, സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിനെ മോക്ഷം കൊടുത്ത് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ പേരിൽ എനിക്കൊരനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ആ അനുഗ്രഹമല്ലാതെ വേറൊരു അനുഗ്രഹവും എനിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. എന്റെ തള്ളവരിൽ നിന്ന് എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. അത് സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിന് അവിടുന്ന് മോചനം കൊടുത്തതുകൊണ്ടാണ്. ആരാണ് ആ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അതുതന്നെ ഇമാമിങ്ങൾ അനവധി പറയുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് കാണുന്നത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവര് കാണുന്നു അബൂലഹബിനെ. അപ്പൊ ചോദിച്ചു, അബൂലഹബ് എങ്ങനെയുണ്ട്? അപ്പോഴയാള് പറഞ്ഞ മറുപടിയാണ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ ജന്മം അറിയിച്ചു എന്ന പുണ്യമാണ് ഈ പെണ്ണ് ചെയ്തത്. ഇത് നബിയാന്നറിയില്ല, ഖാത്തമുൻ നബിയാന്നറിയില്ല, ഷഫാഅത്തിന്റെ നേതാവാന്നറിയില്ല. ഇതൊന്നും അറിയാതെ ആമിനാക്കൊരു മോൻ പിറന്നു എന്ന് ജൻ സുവൈബ പറയുന്നു. അപ്പോഴേക്ക് പറയുന്നു, സുവൈബ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നബിതങ്ങളാണെന്നറിയാതെ നബിതങ്ങൾക്ക് ഗുണം ചെയ്ത, ഇസ്ലാമിന്റെ വെട്ടം പോലും കിട്ടാത്ത അബൂലഹബിന് അല്ലാഹു തആല വെള്ളിയാഴ്ചയിൽ അവിടെ തിങ്കളാഴ്ച ദിവസം ആനുകൂല്യം കൊടുക്കുന്നു. ഇതായിരക്കണക്കിന് ഇമാമിങ്ങൾ എഴുതുന്നു. അത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ ദിമഷ്കി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അൽ ഹാഫിൾ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ നാസിറുദ്ദീൻ ദിമഷ്കി. അൽ ഹാഫിൾ എന്ന് പറഞ്ഞാൽ 1,00,000-ലധികം ഹദീസ് മനപ്പാഠമാക്കിയവരാണ്. ആ മഹാനായ പണ്ഡിതൻ വിവരമില്ലാതെ പറയില്ലല്ലോ. അവിടുന്ന് പറയുന്നു, ഇദാ കാന ഹാദാ കാഫിറുൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. അല്ലാഹു തആല എന്നെന്നും നരകത്തിലേക്ക് നിർണയിച്ച തബ്ബത്ത് സൂറത്തിലൂടെ അറ്റാക്ക് ചെയ്ത അബൂലഹബിന് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തേ? അദാ അതാ അന്നഹു ഫീ യൗമി ലിസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ബിസ്സുറൂരി വഅഹ്മദ ബിഅഹ്മദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവൃത്താന്തം പറഞ്ഞ പെണ്ണിനെ മോചിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ ഫമല്ലന്നു ബില്ലബ്ദില്ല റികാന ഉംറഹു ബിഅഹ്മദ മസ്റൂറൻ വമത മുവഹിദാ. അപ്പോഴോ ഈമാൻ കൊണ്ട് നബിതങ്ങളെ കൊണ്ട് സന്തോഷിച്ച ഒരു മുസ്ലിമായ മനുഷ്യൻ നബിദിനം നടത്തിയാൽ, നബിതങ്ങളെ കൊണ്ട് സന്തോഷിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യം എത്ര വലുതായിരിക്കുമെന്നറിയുമോ? അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോട് ബന്ധപ്പെട്ടു നിന്ന എല്ലാവരും, അടിമകളും ഉടമകളും എല്ലാവർക്കും അല്ലാഹു തആല അനുഗ്രഹം കൊടുത്തു. നജിന്നോ ബശർ കെ ആഠേ പഹർ മലായികദർ പബത്തെ കമർ നജബ് ഹേ വസർ
के कल्बो जिगर है सजदा किना तुम्हारे लिए. ഓ നബിയേ, അവിടുത്തെയുടെ ഔദാര്യത്തിന്റെ കവാടത്തിലെ യാചകന്മാരാണ് എല്ലാ പടപ്പുകളും. എല്ലാവരും അവിടുത്തെയുടെ കവാടത്തിലുണ്ടല്ലോ നബിയേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങൾക്ക് റഹ്മത്താണ്. റഹ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിൽ കുഫാർ എന്ന പേരിൽ ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിറുൽ അജ്സാമി എന്ന പണ്ഡിതൻ 200 ചില്ലാനം പേജുള്ള ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. കാഫിരീങ്ങൾക്ക് നബി തങ്ങൾ റഹ്മത്ത് ചെയ്തതെങ്ങനെ, ലോകത്തിന് മുഴുവനും റഹ്മത്ത് ചെയ്തതെങ്ങനെ എന്ന് മഹാനവർകൾ 700ഓളം പേജുള്ള റഹ്മത്തുൽ മുഹദാത്ത് എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. അതെല്ലാം എഴുതിയ മഹാന്മാര് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് 7 ദിവസമായി. ഈ 7 ദിവസവും പാല് കൊടുത്ത അമ്മിഞ്ഞ ആമിന ഉമ്മയുടേതാണ്. ആമിന റളിയല്ലാഹു അൻഹയാണ് ഈ 7 ദിവസവും പാല് കൊടുത്തതെന്ന് മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നീട് സുവൈബത്തുൽ അസ്ലമിയ കൊടുത്തു. പിന്നീട് ഉമ്മു ഐമൻ ബറക്കത്തുൽ അബശിയ ഒരു അഭിപ്രായ പ്രകാരം കൊടുത്തു. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരുടെ വാപ്പുമ്മ കൊടുത്തു. അങ്ങനെ ഏകദേശം 7ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നു. ബനൂ സഅദ് ഗോത്രത്തിലെ ഒരു പെണ്ണ് കൊടുത്തു. ഖൗല ബിൻത് മുൻദിർ കൊടുത്തു. അങ്ങനെ ബനൂ സുലൈം ഗോത്രത്തിലെ 3 പേര് കൊടുത്തു. പ്രബലമായ അഭിപ്രായ പ്രകാരം 7 പേരും, എല്ലാ അഭിപ്രായങ്ങളെയും പരിഗണിച്ചാൽ 10 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് പാല് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാനമായി ഏറ്റവും കൂടുതൽ തവണ പാല് കൊടുത്ത നേതാവാണ്, മഹദിയാണ്, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഹലീമത്തുസ് സഅദിയ്യ റളിയല്ലാഹു അൻഹാ. ബനൂ സഅദ് ഗോത്രത്തിലെ പെണ്ണ് അന്നത്തെ പതിവനുസരിച്ച് ഗ്രാമപ്രദേശത്തേക്ക് വിടലാണ് പാല് കൊടുക്കാൻ. അങ്ങനെ ബനൂ സഅദ് ഗോത്രത്തിലെത്തി. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈജിപ്ഷ്യനായ ഒരു പണ്ഡിതൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട മൃഗം സംസാരിക്കുന്ന ഒരു ശൈലി പറയുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കടക്കാം. നബി തങ്ങളെ കൂട്ടാൻ വന്ന ഹലീമ ബിബിയുടെ ഒട്ടകം സംസാരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് പോയത്, ഞാൻ എവിടെയാണ് എത്തിയത്, എങ്ങനെയാണ് നബി തങ്ങളെ എടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടിയ ഉമ്മമാര് പറയുന്നു, എന്നിട്ട് നബി തങ്ങൾ കരഞ്ഞിട്ടില്ല, ദാഹിച്ചിട്ട് കരഞ്ഞിട്ടില്ല, ബാല്യകാലത്ത് ഭക്ഷണത്തിനു വേണ്ടി ചോദിച്ചു വാങ്ങിയിട്ടില്ല. കാരണം സാഹിബുൽ കമാൽ വസാഹിബുൻ നവാൽ വസാഹിബുൽ ബഹ്ജത്തി വൽ വിസാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. കാരണം എന്താ? യുത്ഇമുനി റബ്ബി, നിങ്ങൾ തന്നില്ലെങ്കിലും അല്ല എനിക്ക് തരുന്നുണ്ട്. കാരണം എന്റെ പിതാവ് വഫാത്തായി, ഉമ്മ പിന്നെ വഫാത്തായി. പക്ഷേ എന്റെ സംരക്ഷണം അല്ലാഹുവിന്റെ തർബിയത്തിലാണ്. അദ്ദബനി റബ്ബി ഫഹസന തഅദീബി, എന്നെ ചിട്ട പഠിപ്പിച്ചത് അല്ലയാണ്. അപ്പൊ റബ്ബാനിയായ പരിരക്ഷണത്തിൽ കഴിഞ്ഞു പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് ഇമാം സൈനി ദഹ്ലാന് അർക്കാനുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നുണ്ട്. സയ്യിദുൽ ബക്കരി തങ്ങൾ ആനത്തിന്റെ തുടക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എല്ലാവരെക്കാളും കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നബി തങ്ങളെ കുറിച്ചാണെന്ന് ഫത്ഹുൽ മുഈൻ പറയുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. ഇമാമുകൾ അഖിലം പറയുന്നു. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി തങ്ങളുടെ പരാമർശങ്ങൾ കാണാം. നബി തങ്ങൾ ജനിച്ചത് എവിടെ, വഫാത്തായത് എവിടെ, മക്കൾ എത്ര, ആൺമക്കൾ എത്ര, പെൺമക്കൾ എത്ര, അങ്ങനെ തുടങ്ങി നബി തങ്ങളുടെ കുടുംബ ചരിത്രം പഠിക്കൽ മുഅ്മിനീങ്ങൾക്ക് വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് അറിയൽ അനിവാര്യം തന്നെ.
കാരണം എന്താണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഖുർആൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെക്കാളും കടപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളാണ്. അവിടുത്തെ ഭാര്യമാരോ കേവലം പെണ്ണുങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെങ്കിലും അവരുടെ തലാഖായിട്ടില്ല, നിക്കാഹിന്റെ അഖ്ദ് മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ മറ്റൊരാൾ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം നൂനിയയിൽ പറയുന്നുണ്ട്. അവരുടെ നിക്കാഹ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരാൾ കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ അവരാരാണ്? വഅസ്വാജുഹു ഉമ്മഹാതുഹും. ആ ഉമ്മമാര് നമ്മുടെ മാതാക്കളാണ്. ഉമ്മമാരെക്കാളും വലിയ കടപ്പെട്ടവരാണ്. ഞാൻ നിർത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ബാല്യകാല പരിചരണങ്ങൾ ഏറ്റെടുത്ത എല്ലാവരും വലിയ റഹ്മത്തുള്ളവര് തന്നെ. നബി തങ്ങൾക്ക് മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരെല്ലാവരും വിജയം വരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നുബൂവത്തിന് മുമ്പ് മരണപ്പെട്ടു പോയവരുണ്ട്. നബി തങ്ങൾ നുബൂവത്തിന് ശേഷം അവരെ അന്വേഷിച്ചിട്ടുണ്ട്. കണ്ടുകിട്ടിയവർക്ക് മുഴുവനും ഉപഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഹിദായത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പെണ്ണാണ് ശൈമാ റളിയല്ലാഹു അൻഹാ. വളരെ വിചിത്രമായ ഒരു രംഗമുള്ളത് കൊണ്ട് ഞാൻ എന്റെ കണ്ടീഷനും എന്റെ തുടർച്ചയും കവർന്ന് അതിര് കടന്നിട്ട് പറയട്ടെ. ശൈമാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ബന്ദികളുടെ കൂട്ടത്തിൽ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന സമയത്തോ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത പെണ്ണായിരുന്നു അന്ന്. അപ്പോഴോ സ്വഹാബത്ത് ഇങ്ങനെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുകയാണ്, അഥവാ ബന്ദികളെ ഒരു ഭാഗത്തേക്ക് ഒതുക്കുകയാണ്. അപ്പോഴാണ് ശൈമാ കയ്യിൽ ഒരു മുറിവ് കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇത് നിങ്ങളുടെ നേതാവിനെ താരാട്ടുപാടിയപ്പോ കടിച്ച മുറിവാണ് കേട്ടോ. ഇത് നിങ്ങളുടെ നേതാവിനെ താരാട്ട് പാടിയപ്പോ കടിച്ച മുറിവാണിത്, കണ്ടോ? ചോദിച്ചു നോക്കിക്കോ നിങ്ങളുടെ നബിയോട്. സ്വഹാബത്ത് ഇളകി. നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരു പെണ്ണിങ്ങനെ പറയുന്നുണ്ട് തങ്ങള് കടിച്ച മുറിവുണ്ടെന്ന്. ശൈമാ എന്നാണ് പേര്. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ശൈമാഇനെ കാണുന്നു. ഒരൊറ്റ കരച്ചിലാണ്. ബാല്യകാല സ്മരണകൾ കൊണ്ട് അവിടുന്ന് ശൈമാഇന്റെ മുഖത്തു നോക്കി പ്രിയപ്പെട്ട പെങ്ങളെ കണ്ട് കരയുന്നു. അവിടുന്ന് താരാട്ട് പാടിയപ്പോ താളം പിടിച്ചു. അത് നബി തങ്ങളുടെ തുഹറിനു പറ്റിയതല്ല. അപ്പൊ താളം പിടിക്കണ്ടെന്നറിയിക്കാൻ ചെറിയൊരു കടി കൊടുത്തു. അതുമാത്രമേ ഉള്ളൂ. കൊണ്ടുവന്ന് അവിടുത്തെ തട്ടമെടുത്ത് വിരിച്ചു. ശൈമാഇനെ ഇരുത്തി വേണ്ട ഉപഹാരം കൊടുത്തു. ഇസ്ലാമിലേക്ക് വിളിച്ചു. കലിമ ചൊല്ലി. അങ്ങനെ പെങ്ങള് സ്വർഗത്തിലേക്ക് കൂട്ടുകാരിയായി. നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെയും വന്നു. ആ 6 വയസ്സുള്ള പൊന്നുമോള് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിലിന്റെ കയറ് പിടിച്ച് താരാട്ട് പാടിയ പാട്ട് ചരിത്രത്തോട് ചോദിക്കൂ. യേശു മിശിഹയെക്കുറിച്ച്, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ബൈബിളിനോട് ചോദിക്കൂ. ബത്ലഹേമിലെ പള്ളിയിൽ പ്രസംഗിക്കുന്ന യേശുവിനെ ലൂക്കോസിന്റെ പഠനപ്പതിപ്പ് വായിച്ചു നോക്കിയിട്ട് പിന്നെ കണ്ടില്ല. പുതിയ നിയമത്തിൽ പിന്നെ കണ്ടില്ല. ബൈബിൾ നിരൂപണ പഠനം മഞ്ചേരിയിൽ നിന്നിറക്കിയതിൽ കണ്ടില്ല. ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ബൈബിളുണ്ട്. അത് കൂടുതൽ ഏകദേശവും വായിച്ചിട്ടുണ്ട്. അതിലെവിടെയും ബൈബിളിനെ അതിലെവിടെയും യേശുവിന്റെ ബാക്കി തുടർച്ച കണ്ടില്ല. ബത്ലഹേമിലെ പള്ളിയിൽ പ്രസംഗിക്കുന്ന യേശുവിൻ എങ്ങോട്ട് പോയി? അതുപോലെ തന്നെയോ യേശുവിനെ കുരിശിലേറ്റി എന്ന് പറയുന്ന ശീമോൻ കുരിശു കൊണ്ടുവന്നപ്പോൾ ജൂദാസാണോ ശീമോനാണോ കൊണ്ടുവന്നത്? ബൈബിളിന് പറയാൻ കഴിയുന്നില്ല. ആർക്കാണ് അവിടുന്ന് യേശുവിന്റെ രൂപം ലഭിച്ചത് അറിയുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ടോ ബൈബിള് മുഴുവൻ നോക്കിയാലും ബൈബിളിന്റെ മുഴുവൻ പരാമർശങ്ങളും ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷമാണ്, മറ്റൊന്ന് യോഹന്നാന്റെ സുവിശേഷമാണ്, മറ്റൊന്ന് മത്തായിയുടെ സുവിശേഷമാണ്.
അങ്ങനെ തുടങ്ങിയുള്ള സുവിശേഷങ്ങൾ മുഴുവനും യേശുവിന്റെ ശിഷ്യന്മാരുടേതാണ്. ബൈബിൾ ആരുടേതാണ്? ഇഞ്ചീൽ അള്ളാന്റേതാണ്. ബൈബിള് 4 അപ്പോസ്തലന്മാരുടേതാണ്. അതിൽ ദൈവത്തിന്റെ വചനങ്ങളാണെന്ന പരാമർശമല്ല. അപ്പൊ ലൂക്കോസിന്റെ പഠനപ്പതിപ്പിലോ ഇന്നു ലഭിക്കുന്ന പുതിയ നിയമത്തിലോ ഓച്ചാനം പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ വലിയ ബൈബിളിലോ ഇംഗ്ലീഷിൽ ഇന്ന് ലഭിക്കുന്ന ബൈബിളുകളിലോ പക്ഷേ ബർണബാസ് ബൈബിളിൽ അത് പ്രസിദ്ധീകരിക്കാൻ ഇവിടുത്തെ പണ്ഡിതന്മാര് പലരും തയ്യാറായില്ല. ക്രൈസ്തവ പണ്ഡിതന്മാർ. അവസാനം എറണാകുളം മനാസ് ഫൗണ്ടേഷൻ ഇറക്കി. അതെന്റെ കൈവശമുണ്ട്. അതിൽ നബിതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പിന്റെ ഒരു പ്രഘോഷണം തന്നെയാണ്. അല്ലാതെ എവിടെ പോയി യേശുവെന്ന് ബൈബിൾ അറിയുന്നില്ല. കുരിശും കൊണ്ട് അന്ത്യസദ്യ കഴിഞ്ഞിട്ടിറങ്ങിയതാരാ? പിന്നെ കുരിശിന്റെ അടുക്കലെത്തിയതാരാ? ഇതൊന്നും ഞാനൊരു മതത്തെക്കുറിച്ച് പറയുകയല്ല. ആനന്ദിന്റെ 4th നൈൽ 4ാമത്തെ ആണിയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഹോമോവിഡ് ദി സ്റ്റോൺ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്രൈസ്തവ പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്. ഏതായാലും ശരി, ബെഞ്ചമിൻ കെൽദാനി എന്ന് പറയുന്ന പണ്ഡിതൻ ആദ്യ ബൈബിള് പണ്ഡിതനാണ്. അദ്ദേഹം നിരൂപണമടക്കം ലോകത്തോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അഹമ്മദ് ദീദാത്തിനോട് സംവാദം നടത്തിയവർക്ക് പറയാൻ കഴിയാതെ പോയിട്ടുണ്ട്. ക്രൂസിഫിക്ഷൻ ഓർ ക്രൂസിഫിക്കേഷൻ എന്ന പേരിൽ അവിടുന്ന് അഹമ്മദ് ദീദാത്ത് ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതേ സമയത്തോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജനിക്കുന്നതിന് മുമ്പേ ജന്മനാട്, മാതാപിതാക്കൾ, വയസ്സ്, ദേശം, സമയം എല്ലാം ചരിത്രത്തിൻ്റെതാണ്. അവസാനം അവിടുത്തെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് താരാട്ട് കേൾക്കുമ്പോ അറബ് നാട്ടിലെ 6 വയസ്സുള്ളൊരു പെണ്ണിന്റെ വായിൽ വന്ന പാട്ട് അന്നത്തെ നാടോടി കവിതയല്ല, മറിച്ചോ യാ റബ്ബന അബ്ഖി അഖീ മുഹമ്മദാ ഹത്താ അറാഹു യാഫിയൻ വഅംറദാ വക്ബിത് ആദീഹി മഅൻ വൽ ഹുസ്സദാ വഅതിഹി ഇസ്സൻ യദൂമു അബദാ. ആശ്ചര്യം ജനിപ്പിക്കുന്ന വാക്കുകളാണ്. അല്ലാഹുവേ, എന്റെ സഹോദരൻ മുഹമ്മദിനെ കാക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ആ കുഞ്ഞിനെ യാഫിഅൻ, കൗമാരത്തിലും അമ്രതൻ, കൗമാരത്തിലും യൗവനത്തിലും ശൈശവത്തിലും എല്ലാം കാണാൻ ആഗ്രഹമുണ്ട്. വക്ബിത് ആദീഹി മഅൻ വൽ ഹുസ്സദാ, അസൂയാലുക്കളെയും വിരോധികളെയുമെല്ലാം അവിടുത്തെ കടുപ്പിക്കാതെ കാക്കണം. വാഴ്ത്തിഹി ഇസ്സൻ യദൂമു അബദാ, നിതാന്തമായ പ്രതാപം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പാടിയിട്ട് 6 വയസ്സുള്ള പെണ്ണ് പാടുകയാണ്. ഹാദാ അഖുല്ലി ലം തലിദുഹു ഉമ്മി, ഇതെന്റെ സഹോദരനാണ്, പക്ഷേ പെറ്റതെന്റെ ഉമ്മയല്ല. വലൈസ മിൻ നസ്ലി അബീ വ അമ്മീ, ഇതെന്റെ മൂത്താപ്പമാരിൽ നിന്നോ വാപ്പയിൽ നിന്നോ പൗത്രനായോ പുത്രനായോ വന്നതല്ല, എന്റെ ഉമ്മ പെറ്റതുമല്ല, പക്ഷേ എന്റെ സഹോദരനാണ്. എന്നിട്ട് താരാട്ട് പാടുമ്പോ രാരാരി രാരാരി രാരിരാരോ, കുഞ്ഞോനുറങ്ങിക്കോ രാരിരാരോ എന്ന് പാടുന്നതിന് പകരം ഹബീബിന്റെ ചാരത്ത് നിന്ന് ആ പെൺകുട്ടി പാടുന്നു, മുഹമ്മദുൻ ഖൈറുൽ ബശർ മിമ്മൻ മളാ വമൻ വബർ മൻ ഹജ്ജ മിൻഹു മവിഅതമർ അഹ്സനു മിൻ വജ്ഹിൽ ഖമർ മിൻ കുല്ലി ഉൻസാ وذكر من كل مشبوب نغر جنبن الله الغير فيه وأوضح للأثر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ സുന്ദരനാണ്. ഒരാണും പെണ്ണും അവിടുത്തെയോട് സൗന്ദര്യത്തിലോ അംഗീകാരത്തിലോ അടുക്കില്ല എന്ന അവിടുത്തെയുടെ മഹത്വം എണ്ണി എണ്ണി പറഞ്ഞിട്ട് തൊട്ടിലിന്റെ കയറു പിടിച്ച് താരാട്ടുപാടിയ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നു പെങ്ങള് ഷൈമ
അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ബോധം കൊടുത്തതാരാ? ഈ ബോധം കൊടുത്തതാരാണ്? അതാണ് നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. നമ്മളാണ് തങ്ങളെ തിങ്കളെ അയച്ചത്. ലോകത്തോടയച്ച നമ്മക്കറിയാം താരാട്ടുപാടന്റെ പെണ്ണിന്റെ മസ്തിഷ്കത്തിൽ ഏതു താളമാണ് കൊടുക്കേണ്ടതെന്ന്. അമ്മിഞ്ഞ തരുന്ന ഉമ്മാന്റെ വിശ്വാസമേതാകണമെന്ന്. പെറ്റു പോറ്റി വളർത്തേണ്ട മാതാവ് സ്വർഗത്തിലാകണമെന്ന്. മുതുകിൽ പേര് ജന്മം കൊടുക്കേണ്ട പിതാവ് സ്വർഗത്തിലാകണമെന്ന്. മൂത്താപ്പ അറബ് കുലത്തിലെ പ്രൗഢ നേതാവാകണമെന്ന് എല്ലാം അറിയാം. അള്ളാഹുവിന് പിഴവ് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൽക്കാലം അവിടുന്ന് അമ്മിഞ്ഞ ഈമ്പട്ടെ. അടുത്ത ദിവസം നമുക്ക് ബനൂ സഅദിലേക്ക് കൊണ്ടുപോകാം. അതിന്റെ അടുത്ത ദിവസം തിരിച്ചു മക്കയിലേക്ക് വരാം. അതിന്റെ അടുത്ത ദിവസം അവിടുത്തെ ശൈശവ കൗമാരങ്ങൾ പറയാം. അപ്പോഴേക്ക് ഈ വർഷത്തെ സമാപ്തി കുറിക്കാം. പിന്നെ അല്ലാഹ് തൗഫീഖ് നൽകിയാൽ പിന്നീട് പറയാം. ചരിത്രം വിശാലമാണ്, ഒരാൾക്കും എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിയാൽ അവല സൂതൂരി ബിസ്മില്ലാഹി ബദിൽ ഖാലിഖാൽ. ആർക്കും എഴുതിയോ പറഞ്ഞോ തീർക്കാൻ കഴിയാത്ത അപദാനത്തിന്റെ അനുഗ്രഹ പ്രപഞ്ചം. അതാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ മഹബ്ബത്തിന്റെ താഴ്വരയിലിരുന്ന്, സ്നേഹത്തിന്റെ പ്രപഞ്ചത്തിൽ ഇരുന്ന് ഹബീബിനെ കുറിച്ച് കേട്ടവരെ, ഇത് ഇബാദത്താണ്. ഞാൻ പറഞ്ഞല്ലോ, മിഫ്താഹുൻ നജാഹിൽ കാണാം. അതുപോലെ തന്നെ ഇസ്സുൽ ഉസ്ല എന്ന ഗ്രന്ഥത്തിൽ കാണാം. മഹാന്മാരെ കൊണ്ടുള്ള ഉദ്ധരണി കാണാം. ഒരാൾ വരുന്നു, താബിഈങ്ങളിൽ നിന്നൊരു പ്രമുഖൻ. എവിടെന്നാണ് വരുന്നത്? മിൻ സമാഹത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്നാണ്. അൻത മിൻ സമാഹത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൂഫിയ മുൻദു ആം. വർഷങ്ങളായല്ലോ നബിതങ്ങൾ വഫാത്തായിട്ട്. ഇപ്പൊ നബിതങ്ങളുടെ ഹദറത്തിൽ നിന്ന് വരുന്നോ? അതേ, മിൻ ഹദറത്തി അഹാദീസിർ റസൂൽ. നബിതങ്ങളുടെ ഹദീസ് പറയുന്ന മജ്ലിസ് അവിടുത്തെ മജ്ലിസ് പോലെയാണ്. അവിടുത്തെ സീറ പറയുന്ന മജ്ലിസ് അവിടുത്തെ മജ്ലിസ് പോലെയാണ്. അതുകൊണ്ട് ഇത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടണം. നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സ്നേഹപ്രപഞ്ചത്തോട് കടപ്പാട് കാണിക്കുന്നു. അറിയുമോ, ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാമുന ത്വബരി റഹിമഹുല്ലാഹ്. മുഹിബ്ബു ത്വബരിയുടെ മകൻ ഇമാം ത്വബരിയുണ്ട്. ബഹുമാനപ്പെട്ടവർ വലിയ പണ്ഡിതനാണ്, ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. ദഹബി എന്ന് പറയുന്ന വിമർശകന്മാരുടെ നേതാവ് ഇമാം തബരി തങ്ങളുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ലോകപ്രസിദ്ധരായ ഒരുപറ്റം ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനായ ഇമാമുന ത്വബരി റഹിമഹുല്ലാഹ്. അറിയുമോ, നബിതങ്ങളെല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. മഹാനവറുകൾ പറയുകയാണ്, അൻഅയ്യുഹ സ്വാദി ശദീദി ളിമാഉ വരിദ് മൻ ഹലൻ ഹിലാ മിനശ്ശഹദി മാഉ വസൽ ഇൻദ ബാബിൽ മുസ്തഫ അയ്യ ഹാജതി അറത ബിമാ തഹ്വാ ഫർഹബുൻ ഫനാഉ. ആവശ്യമുള്ളത് മുഴുവനും അഷ്റഫുൽ വറായുടെ കവാടത്തിൽ ചെന്ന് ചോദിച്ചോ, അവിടെ പരിഹാരമുണ്ട്. ഫയാ ഖാസിദിഹികും അമാമാ ലരീഹിഹി
റസൂലുള്ളാഹി തങ്ങളെ ആഗ്രഹിച്ചു ചെല്ലുന്നവർ അവിടുത്തെയുടെ ഖബർ ശരീഫിന്റെ മുമ്പിൽ നിൽക്കട്ടെ. വഹസ്ബുക ഫഖറൻ ഹവക ഇസാഉഹു വഖബ്ബിൽ വലഅ ഫിത്തുർബി ഖദക ഖാലിയാ. നിന്റെ കവിൾത്തടം മദീനത്തെ മണ്ണിൽ നീ ചേർത്ത് വെച്ചോ. വലുദ്ആഇദൻ വതുൽബ് വസൽമാ തശാഉഹു. ആ മദീനയുടെ മണ്ണിന്റെ മധു നിന്റെ കവിളുകൊണ്ട് കപ്പി അറിഞ്ഞിട്ട് ആവശ്യമുള്ളത് മദീനയിൽ ചോദിച്ചോ. ഇമാം തബരി റഹിമഹുള്ള പറയുന്നു, ഫയാ അയ്യുഹൽ മുഖ്താറു അൻത വസീലതീ വയാ അയ്യുഹൻ നൂറുൽ ജലിയു ജ്തിലാഉ വയാ സയ്യിദൽ കൗനൈനി ഹഖൻ വമൻ സമാ വഖഫക ഇസ്തിഫാഅൽ മുർസലീന ഇസ്തിഫാഉഹു. എന്നിട്ട് അവിടുന്ന് നബിതങ്ങളുടെ മഹത്വവും അവിടുത്തെ ഉയർച്ചയും ഉന്നത ലോകത്തെ അംഗീകാരവും എല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾ അവിടുത്തെയുടെ അടുക്കലേക്ക് വരട്ടെ നബിയേ. ഫയാ അയ്യുഹൽ ഫയാ മുൻതഹൽ ആമാലി അബ്ദുക ഖദ് അദാ അലൈഹി ഇദാഹു വഹ്തി വഹുജ്തിറാഉ ഫസ്ബഹ വഹനൻ മിൻ ഹിസാരി ദുനൂബിഹി. മഹാനവറുകൾ പറയുന്നു, അഗ്സിനി അഗ്സിനി വഷ്ഫഅ ഫിയ യാ ഖൈറ ശഫീ. ഓ ഏറ്റവും വലിയ ശുപാർശ ചെയ്യുന്ന നേതാവേ, എനിക്ക് സഹായം ചെയ്യണം, എനിക്കവിടുന്ന് ശഫാഅത്ത് ചെയ്യണം. ലഹുൽ ഹൗദു യൗമൽ മുർതജാ വലിവാഉഹു. ആശയുടെ ദിനത്തിൽ ഹൗദുൽ കൗസറുൽ ലിവാഉൽ ഹംദും വഹിക്കുന്ന നബിയേ, അലസ്ത ബിനാ ഔലാ അലസ്ത ബിനാ ഔലാ. തങ്ങളല്ലേ ഞങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ. വലിമലാ വഹല്ലനാ. അല്ലാതെ പിന്നെ ആരാണ് ഞങ്ങൾക്ക്? സിവാക ഇദാമൽ ഖത്ബു അളലദാഉഹു. അവശരായി പോയാൽ അവലംബം നേടാൻ അവിടുന്നല്ലാതെ മറ്റൊരാള് ഞങ്ങൾക്കില്ല. അലസ്ത ഇമാമൽ മുർസലീന വഖൈറ മൻ സമാവ അലാ ഖദ്റൻ വഅസ്സ ഇത്തിസാഉഹു. എല്ലാ മുർസലീങ്ങളെക്കാളും വലിയ പദവി, നേതാക്കളെക്കാളും വലിയ പദവി എല്ലാമുള്ള നബിയേ, സഹായിക്കണം നബിയേ. ഇമാം തബരി റഹിമഹുല്ലാ ആരെന്നറിയുമോ? അത്തശ്വീഖ് ഇലാ ബൈത്തുൽ അതീഖ് എന്ന കിതാബ് എഴുതിയിട്ട് അതിലൊരു അധ്യായം കൊണ്ടുവന്നു, നബിതങ്ങളെ സിയാറത്ത് ചെയ്യുന്ന അധ്യായം. എന്നിട്ട് പറഞ്ഞു, ഒരാള് മദീനത്ത് പോകാതെ ഹജ്ജ് ചെയ്താൽ അവന്റെ ഹജ്ജ് കാമിലല്ല എന്ന് ഒരുപാട് ഉദ്ധരണി കൊടുത്ത് പറഞ്ഞ മഹാനാണ്. അവസാനം പറയുന്നു, ഫയാ റബ്ബി സഹ്സിഹ്നി ബിജാഹി മുഹമ്മദി അനിന്നാരി ഫീ യൗമിൻ യസൂഉ ഖിസാഉഹു. ഓ നബിയേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം നബിയേ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ
അല്ലാഹുവേ യാ റബ്ബി സഹ്സിഹ്നി, എന്നെ രക്ഷപ്പെടുത്തണം, സലാമത്ത് നൽകണം. ബിജാഹി മുഹമ്മദി, നബിതങ്ങളുടെ ജാഹു കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട്. അനിന്നാർ, നരകത്തെ തൊട്ട് കാക്കണമെന്ന് ത്വബരി ഇമാം തങ്ങള് 100 ചില്ലാനം വരികളിലൂടെ ഹബീബ് തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് അതിന്റെ ആമുഖമായി പറയുന്നൊരു ചെറിയ കാര്യം സമയം വൈകിയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. മാനവറുകൾ അവിടുത്തെ അത്തശ്വീഖ് ഇലാ ബൈത്തുൽ ലതീഖ് 238 എഴുതുന്നു. എന്തെന്നറിയുമോ? ഖാലാബുൽ ഖൈറുൽ ലഖ്ത റഹിമഹുല്ലാഹ് പറഞ്ഞു, മുഅ്മിനീങ്ങളെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമല്ലോ, ഇത് പറഞ്ഞിട്ടതുപോലെയുള്ളത് അള്ളാനോട് ചോദിക്കാമല്ലോ, ആഗ്രഹം വെച്ച് മദീനത്തേക്ക് കൽബ് തിരിക്കാമല്ലോ. കാരണം ലോകത്തിന്റെ മുഴുവനും കേന്ദ്രം അവിടെയാണല്ലോ. ദഖൽതു മദീനത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ പറയുകയാണ്, ഞാൻ മദീനയിലേക്ക് കടന്നു. വഅന ബിഫാഖത്തിൻ, ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ്. ഫബഖീതു 5 അയ്യാമിൻ മാ ദുഖ്തു ദവാഖാ, 5 ദിവസം ഞാൻ മദീനത്തുനിന്നൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഫതഖദ്ദംതു ഇലൽ ഖബരി, ഞാൻ ഹബീബിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. മിനിയാന്ന് നബി തങ്ങളുടെ ഖബറിനെ അഭിമുഖമായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നെന്നോട് ഇവിടെ ചോദിച്ചു, ഉസ്താദേ അങ്ങനെയാണോ മസല? മദീനത്ത് ചെന്നാൽ ദുആരക്കുമ്പോ നബി തങ്ങൾക്ക് നേരെയാണോ നിൽക്കേണ്ടത്, അല്ല ഖിബിലക്ക് നേരെയാണോ? മാലിക് ഇമാം തങ്ങൾ പറഞ്ഞത് നബി തങ്ങൾക്ക് നേരെ എന്നാണ്, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് നബി തങ്ങൾക്ക് നേരെ എന്നാണ്, ദുററുൽ കലാമി ഫീ സിയഗിസ് സലാമിൽ ഇമാമുകളുടെ മുഴുവനും പറഞ്ഞത് ഖിബിലക്ക് നേരെ എന്നാണ്, നബി തങ്ങൾക്ക് നേരെ എന്നാണ്. അതാണ് അതബവിടെ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് നബി തങ്ങൾ കിടക്കുന്ന ഖബർ ശരീഫിന്റെ മുന്നോട്ട് സഫ് പോലും മദീനത്തെ പള്ളിയിലില്ല. ആ മിഹ്റാബ് പിൽക്കാലത്ത് വന്നതാണ്. നബി തങ്ങൾ കിടക്കുന്നതിന് നേരെ മിഹ്റാബുള്ളൂ. അവിടെ തന്നെ ഇബ്നു ഹജർ തങ്ങൾ വന്നിരുന്ന സമയത്ത് അതാ കാണുന്നു, പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ അത്തഹയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് സാധാരണ ഇടത്തേക്ക് പിന്തിരിഞ്ഞിട്ട് വലത്തോട്ട് മുൻതിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കാറ്. ഇബ്നു ഹജർ തങ്ങൾ തിരിഞ്ഞിരുന്നു. അഥവാ സാധാരണ നമ്മുടെ ഇമാമുമാര് മിഹ്റാബിൽ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്തേ നബിതങ്ങളെ ബാക്കിലാക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല? മസ്അല വലത്തോട്ടിരിക്കലാണെങ്കിലും അദബ് അവിടെ ഇടത്തോട്ടിരിക്കലാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ആളുകൾ തട്ടുന്നത് തിരക്കില്ലാതിരിക്കാനാണ്. എല്ലാവരും അവിടെ നിന്ന് ദുആരക്കാൻ തുടങ്ങിയ ബാക്കിയുള്ളവർക്ക് സലാം പറയാൻ കഴിയില്ല. അവ മദീനത്തെ അറബികൾ നബിതങ്ങളോട് വിരോധമുള്ളത് കൊണ്ടല്ല, എല്ലാവരും സിയാറത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവിടെ എല്ലാവരും കൂടെ 10 പേര് നിന്ന് ദുആ ചെയ്താൽ ബാക്കിയുള്ളവര് പുറത്ത് നബിതങ്ങൾക്ക് സലാം പറയാൻ പോലും കഴിയാതെ കടന്നു പോകും. അതുകൊണ്ട് നിൽക്കുന്നവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയി ദുആ ചെയ്തോ, ബാക്കിയുള്ളവര് സലാം പറയട്ടെ. അവര് മുടക്കുന്നവരാണെങ്കിൽ 10 പേരവിടെ നിൽക്കട്ടെ എന്നല്ലേ വിചാരിക്കുക. അപ്പൊ ബാക്കിയുള്ളവരെങ്കിലും പറയാതിരിക്കുമെന്നല്ലേ ചിന്തിക്കുക. അപ്പൊ എല്ലാവരും വന്ന് സിയാറത്ത് ചെയ്യട്ടെ, എല്ലാവരും സലാം ചെയ്യട്ടെ, ചൊല്ലട്ടെ എന്ന നിലക്കാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അവര് വിരോധികളല്ല, അവരെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. അവര് മദീനക്കാരാണെങ്കിൽ അവരെ കുറിച്ചൊന്നും പറയരുത്, പറഞ്ഞാൽ അവർക്ക് ശാപമുണ്ടെന്ന് സയ്യിദ് സുമൂദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം ശംഖീത്തി പറഞ്ഞിട്ടുണ്ട്, ഇമാമുകൾ അനവധി എവിടുത്തെ മദീനത്തെ അൻസാറിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. ഈ മഹാനായ ത്വബരി ഇമാം തങ്ങൾ പറയുന്നു, ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. വസല്ലംതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. അലാ അബീ ബക്കരും ഉമറ, ഉമർ തങ്ങൾക്കും സിദ്ദീഖ് തങ്ങൾക്കും സലാം പറഞ്ഞു. വിശന്നിട്ട് വയ്യാ, 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. നബി തങ്ങളോട് നേരിട്ടങ്ങ് പറഞ്ഞു, അന ലൈഫുക്കൽ ലൈല യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ അവിടുത്തെയുടെ അതിഥിയാണ്, അവിടുന്ന് അതിഥിയെ ബഹുമാനിക്കുന്നവരാണ്. എനിക്ക് വിശക്കുന്നു നബിയേ, റൊട്ടി തരണം നബിയേ.
റൗളയുടെ മുമ്പിൽ പോയി അങ്ങ് തേടുന്നു. മഹാനവറുകൾ പറയുന്നു, എന്നിട്ട് നബി തങ്ങളുടെ ഖബറിന്റെ പിൻഭാഗത്ത് ഞാൻ കടന്നു. അപ്പ നബി തങ്ങളെ ഞാൻ കണ്ടു. ഫഖുംതു ഇലൈഹി, എന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വന്നു. ഫഖബ്ബൽതു മാ ബൈന ഐനൈഹി, അവിടുത്തെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ നെറ്റിത്തടത്തിൽ ഞാൻ ചുംബിച്ചു. അല്ലാഹുമ്മ വഫിഖ്നാ റുയതഹു വമുസാഫഹതഹു. യാ അല്ലാഹ്, അവിടുത്തെ ഞങ്ങൾക്കും കാണിച്ചു തരണം റഹ്മാനെ. ഒരുപാട് തവണ ദർശനം നൽകണം റഹ്മാനെ. അങ്ങനെ നബി തങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഒരു കീർ റൊട്ടി എനിക്ക് തന്നു. ഫഅകൽതു നിസ്ഫഹു, അതിന്റെ പകുതി ഞാൻ തിന്നു. വന്തബഹതു, എന്നിട്ട് ഞാൻ ഉണർന്നു. വനിസ്ഫുൽ ആഖറു ഫീ യദയ്യ ഔ യദീ, ബാക്കി പകുതി എന്റെ കയ്യിലുണ്ട്, പകുതി ഞാൻ തിന്നിട്ടുണ്ട്. നബിതങ്ങള് തന്നതാണ്. എന്നിട്ട് ഇമാം തബരി റഹിമഹുല്ല പറയുന്നു, വഅശ്ബാഹു ദാലിക കസീറാ, ഇതൊരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. നബിതങ്ങളോട് ചോദിച്ചത് മുഴുവനും അവിടുന്ന് നൽകിപ്പോയി. അല്ലാഹുവേ, അവിടുത്തെയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലഅല്ല റഹ്മത റബ്ബിഹി യഖ്സിമുഹാ തഅതി അലാ